അസ്സലാമലൈക്കും. ഫാദീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ക്രീം ചീസ് ചോക്ലേറ്റ് കുക്കീസുമായിട്ടാണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, കണ്ടൻസ്ഡ് മിൽക്ക്, icing sugar, cinnamon powder, cream cheese. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്. ഇനി വേണ്ടത് ഇതുപോലെയുള്ള ഒരു ട്രേ ആണ്. പിന്നെ വേണ്ടത് കപ്പ് കേക്കിൻ്റെ മോൾഡ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ക്രീം ചീസിൻ്റെ മിക്സിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് കുറേശ്ശെ ആയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചീസ് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാ വശത്തും ആകുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതേ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ചീസ് മിക്സിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീസിന് നേരിയൊരു പുളിപ്പുള്ളതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐസിങ് ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മോൾഡിലേക്ക് ഫസ്റ്റ് ലെയറായ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കൂട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ എല്ലാ മോൾഡിലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ക്രീം ചീസിൻ്റെ മിക്സും ഇതേപോലെ അതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട് ആകുന്ന രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാത്തിലും ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡിലൂടെ കൊണ്ടുവന്നിട്ട് വേണം നമുക്കത് ഫില്ല് ചെയ്തെടുക്കാണ്ട്. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ മോൾഡിലും ഫില്ല് ചെയ്തെടുക്കാം. ഇനി ആ ഫില്ലിങ്ങിൻ്റെ മുകളിൽ ഒരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്തെടുക്കാനാണ് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കുന്നത്. പ്രസ് ചെയ്യുന്ന സമയത്ത് പതുക്കെ ആണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു അരിപ്പയാണ്. അതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സിനമൺ പൗഡറും ഇട്ട് കൊടുക്കാം. നമ്മുടെ കുക്കീസിൻ്റെ മുകളിലായിട്ട് അതൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അതേപോലെ ചെയ്തെടുത്ത നമ്മുടെ മിക്സാണിത്. ഇനി അത് നമുക്ക് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.